സാധാരണയായി നമ്മളെല്ലാവരും ഇപ്പോൾ ഇടപാടുകൾ നടത്തുന്നതിനായി ഉപയോഗിക്കുന്ന UPI ആപ്പുകളാണല്ലോ ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം തുടങ്ങിയ ആപ്പുകൾ. എന്നാൽ ഇവയിൽ ഏത് ആപ്പാണ് കൂടുതൽ നല്ല മികച്ച സേവനം നൽകുന്നത്, ഇടപാടുകൾ പരാജയപ്പെടാതെ നമ്മുടെ പൈസ നഷ്ടപ്പെടാതെ കൃത്യമായിട്ട് അയക്കാൻ സാധിക്കുന്ന ആപ്ലിക്കേഷൻ എന്ന് ഒട്ടുമിക്ക ആൾക്കാർക്കും സംശയമുള്ളതിനാൽ പലരും 3 ആപ്പുകൾ ഒരുമിച്ച് ഉപയോഗിക്കുന്നവരും ഉണ്ട്. അതുപോലെ ഏതെങ്കിലും ഒരു ആപ്പ് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഈ ആപ്പ് മോശമാണ്, അതായത് ഫോൺ പേ ആപ്പ് മോശമാണ് എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ പേയിലേക്കോ പേടിഎമ്മിലേക്കോ മാറുന്നവരും ഉണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം ഇവയിൽ ഏത് ആപ്പാണ് ഏറ്റവും നല്ലത്, ഏത് ആപ്ലിക്കേഷനാണ് കൂടുതൽ എളുപ്പത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത്, ഏറ്റവും കൂടുതൽ ഫ്യൂച്ചറുകളിലുള്ള UPI ആപ്പ് ഏതാണ്, ഇടപാടുകൾ നടത്തുന്നതിൽ പരാജയപ്പെടാതെ ട്രാൻസാക്ഷനുകൾ നടത്താൻ സാധിക്കുന്നത് ഏത് ആപ്പ് ഉപയോഗിച്ചിട്ടാണ് തുടങ്ങിയവയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ മലയാളത്തിൽ UPI ആപ്പുകൾ സംബന്ധിച്ചുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും അതുപോലെ പുതിയ ഫ്യൂച്ചറുകൾ ഏറ്റവും കൂടുതൽ റിവ്യൂ ചെയ്തിട്ടുള്ളതും നമ്മുടെ ചാനലിലാണ്. അതുകൊണ്ട് തന്നെ അവയുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഈ വീഡിയോയിൽ ഈ 3 ആപ്പുകളെ പറ്റിയുള്ള ഒരു എക്സ്പീരിയൻസ് ഇവിടെ പറയുന്നത്. എന്നിരുന്നാലും അഭിപ്രായങ്ങൾ വ്യക്തിപരമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം ഇവയിൽ ഏത് ആപ്ലിക്കേഷനാണ് ഏറ്റവും നല്ലതെന്ന് ചോദിച്ചാൽ നമ്മുടെ ബാങ്കിലെ പണത്തിന്റെയും ഇടപാടുകളുടെയും വ്യത്യാസം അനുസരിച്ച് ഇവ ചില കാര്യങ്ങളിൽ വ്യത്യാസപ്പെട്ടിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒറ്റ വാക്കിൽ ഇതിൽ ഏതാണ് മികച്ച ആപ്പ് എന്ന് പറയാൻ കഴിയില്ല. എന്നാൽ ഓരോ ആപ്ലിക്കേഷന്റെയും ഗുണങ്ങളും ദോഷങ്ങളും ഞാനിവിടെ കൃത്യമായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഏത് ആപ്പാണ് നല്ലതെന്നും ഏത് ആപ്പാണ് പണമിടപാടുകൾ കൂടുതലും പരിഹരിച്ച് തരുന്നത്, ഏത് ആപ്ലിക്കേഷൻ നിങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നൊക്കെ. ഒന്നാമതായിട്ട് ഗൂഗിൾ പേ ആപ്ലിക്കേഷനെ കുറിച്ച് പറയാം. മറ്റൊരാൾക്ക് പൈസ അയച്ചു കൊടുക്കുക, തിരിച്ച് സ്വീകരിക്കുക, കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിയിട്ട് QR കോഡ് സ്കാൻ ചെയ്ത് പണം കൊടുക്കുക, അതുപോലെ മൊബൈൽ റീചാർജ് ചെയ്യുക, അതുപോലെ ഓൺലൈൻ ബില്ലുകൾ പേയ്മെന്റ് ചെയ്യുക, നമ്മുടെ ബാങ്ക് ബാലൻസ് ചെക്ക് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഒരാൾക്ക് ഒരു UPI ആപ്പ് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നതും ഏതൊരു സാധാരണക്കാരനും വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനും ഉപയോഗിക്കാനും സാധിക്കുന്ന UPI ആപ്ലിക്കേഷനാണ് ഗൂഗിൾ പേ എന്ന് പറയുന്നത്. സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഏതൊരാൾക്കും ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഈ UPI ആപ്ലിക്കേഷനായ ഗൂഗിൾ പേ ഉപയോഗിക്കാം എന്നുള്ളത് കൊണ്ട് ആൻഡ്രോയിഡ് ഫോണുകളിൽ ഏറ്റവും കൂടുതൽ പേർ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ, അതായത് 100 കോടിയിലധികം പേര് പ്ലേ സ്റ്റോറിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷനാണ് ഗൂഗിൾ പേ. ഗൂഗിൾ പേ മറ്റു പല സർവീസുകളും നൽകുന്നുണ്ടെങ്കിലും ഉദാഹരണത്തിന് ഓൺലൈൻ ലോണുകൾ, ക്രെഡിറ്റ് ലൈന്, സിബിൽ സ്കോർ നോക്കുക, അതുപോലെ ക്യാഷ് ബാക്കും ഓഫറുകളും ഒക്കെ നൽകുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലും മറ്റ് ആപ്പുകളെ അപേക്ഷിച്ച് ഗൂഗിൾ പേ കുറച്ച് പിന്നിലാണ്. അതുപോലെ നമ്മൾ മറ്റൊരാൾക്ക് പൈസ അയക്കുമ്പോൾ ട്രാൻസാക്ഷൻ പരാജയപ്പെടുകയാണെങ്കിൽ 3 ദിവസത്തിനുള്ളിൽ നമുക്ക് ഈ പൈസ റീഫണ്ട് ആകും. UPI സംവിധാനം ഇപ്പോൾ ഏറ്റവും അപ്ഡേറ്റ് ആയതിനു ശേഷം ഗൂഗിൾ പേയിൽ ട്രാൻസാക്ഷൻ പരാജയപ്പെടുന്നതിന്റെ എണ്ണം കുറവാണെങ്കിലും ഇടയ്ക്കൊക്കെ ട്രാൻസാക്ഷൻ ഫെയിൽ ആവാനുള്ള സാധ്യത ഗൂഗിൾ പേയിലുണ്ട്. എന്നാൽ ഒന്നിലധികം UPI ID ക്രിയേറ്റ് ചെയ്തുകൊണ്ടും UPI ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ടും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്നുള്ളത് കൊണ്ട് സാധാരണക്കാർക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉപയോഗിക്കാം, ലളിതമായ ഇന്റർഫേസ് ആണ് എന്നതുകൊണ്ടായിരിക്കും ഗൂഗിൾ പേ മറ്റുള്ള ആപ്പുകൾ ഉപയോഗിക്കുന്നവരുടെ ഇരട്ടിയിലധികം പേരുന്ന് ഗൂഗിൾ പേ ഉപയോഗിക്കുന്നത്. രണ്ടാമതായിട്ട് നമുക്ക് ഫോൺ പേ ആപ്ലിക്കേഷനെ കുറിച്ച് കൂടെ പറയാം. അതായത് ഗൂഗിൾ പേ ആപ്ലിക്കേഷനിലുള്ള എല്ലാ സംവിധാനങ്ങളും ഫോൺ പേ ആപ്ലിക്കേഷനകത്തും കാണുന്നുണ്ട്. അതുപോലെ നമ്മുടെ 2 വീലർ, കാർ എന്നിവയുടെ ഇൻഷുറൻസുകൾ എടുക്കാനും മ്യൂച്വൽ ഫണ്ടിലും ഗോൾഡിലും ഇൻവെസ്റ്റ് ചെയ്യാനും സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ നമുക്ക് ഫോൺ പേ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് സാധിക്കും. അതുപോലെ ഏറ്റവും വേഗത്തിൽ പൈസ അയക്കാനും സ്വീകരിക്കാനും സാധിക്കുന്നതും ഗൂഗിൾ പേയേക്കാളും ഫോൺ പേ ആണ്. പക്ഷേ ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് ഗൂഗിൾ പേയിലാണ്. അതുപോലെ പൈസ അയക്കുമ്പോൾ ട്രാൻസാക്ഷൻ ഫെയിൽ ആകുന്നതിൽ ഏറ്റവും കുറവുള്ള ആപ്ലിക്കേഷൻ ഏതാണെന്ന് ചോദിച്ചാലും ഫോൺ പേ ആപ്ലിക്കേഷനാണ്. അതുപോലെ ട്രാൻസാക്ഷൻ ഫെയിൽ ആയാൽ വളരെ വേഗത്തിൽ പൈസ റീഫണ്ട് ആവും. കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാൻ കസ്റ്റമർ സപ്പോർട്ട് ഏറ്റവും വേഗത്തിൽ ലഭിക്കുന്നതും ഫോൺ പേ ആപ്ലിക്കേഷനകത്താണ്. എന്നാൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരുപാട് സംവിധാനങ്ങൾ ഇങ്ങനെ കുത്തി നിറച്ച ഒരു ആപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫോൺ പേ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതിന് ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല എന്നുള്ളത് കൊണ്ട് നമുക്കിതിൻ്റെ ഒരു പോരായ്മയായിട്ട് തന്നെ നമുക്ക് പറയാം. അത്യാവശ്യം മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അറിയാവുന്ന ഒരാളെ സംബന്ധിച്ച് ഫോൺ പേ ആപ്ലിക്കേഷൻ യാതൊരു പ്രശ്നവുമില്ല. എന്നാൽ കുറച്ച് പ്രായമായവർക്കും മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളവരെ സംബന്ധിച്ച് ഫോൺ പേ ആപ്ലിക്കേഷനേക്കാൾ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നത് ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ആയിരിക്കും എന്ന് മാത്രമാണ് ഇതിനൊരു പോരായ്മയായിട്ട് പറയാനുള്ളത്. പേടിഎം ആപ്ലിക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗൂഗിൾ പേ, ഫോൺ പേ ആപ്ലിക്കേഷനുകളെക്കാളും കുറച്ചുകൂടെ പഴയ ഒരു UPI സംവിധാനമാണ് പേടിഎം ഉപയോഗിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അതായത്
പേടിഎം ആപ്ലിക്കേഷനകത്ത് ഗൂഗിൾ പേയിലും ഫോൺ പേ ആപ്ലിക്കേഷനിലുള്ളതിനേക്കാളും കൂടുതൽ സംവിധാനങ്ങൾ കുത്തി നിറച്ച് വെച്ചിട്ടുള്ളത് കൊണ്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ഒറ്റ ഇന്റർഫേസിൽ കാണാൻ സാധിക്കുമെങ്കിലും നമുക്കെല്ലാം ഉപയോഗിക്കാൻ കുറച്ച് പ്രയാസമുള്ളൊരു കാര്യമാണ്. എന്നാൽ ട്രാൻസാക്ഷൻ ഫെയിൽ ആവുന്നത് വളരെ കുറച്ച് മാത്രമാണ് എന്നുള്ളത് കൊണ്ട് സ്ഥിരമായി പേടിഎം ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ച് അവർക്ക് മറ്റുള്ള ആപ്ലിക്കേഷനുകളെക്കാളും നന്നായിട്ട് പേടിഎം ഉപയോഗിക്കാൻ സാധിക്കും. ഈയിടെ റിസർവ് ബാങ്ക് പേടിഎം പേയ്മെന്റ് ബാങ്കിന് ഒരു വിലക്ക് ഏർപ്പെടുത്തി എന്നുള്ളത് കൊണ്ട് ആപ്ലിക്കേഷന് യാതൊരുവിധ പ്രശ്നങ്ങളും നേരിടുന്നില്ല എങ്കിലും പേടിഎം ആപ്ലിക്കേഷനകത്ത് ഫാസ്ടാഗ് പോലെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഓഫറുകൾ അതുപോലെ ക്യാഷ് ബാക്ക് തുടങ്ങിയവ നൽകുന്നത് ഗൂഗിൾ പേ പോലെ തന്നെയാണ് പേടിഎമ്മിലും വരുന്നത്. ഓൺലൈനായിട്ട് നമുക്ക് സിനിമ ടിക്കറ്റ് ബുക്ക് ചെയ്യാം, ക്രെഡിറ്റ് സ്കോർ പരിശോധിക്കാം തുടങ്ങിയ കാര്യങ്ങളിൽ മറ്റുള്ള ആപ്പുകളെ അപേക്ഷിച്ച് കുറച്ച് മികച്ചു നിൽക്കുന്നതായിട്ട് പേടിഎമ്മിനെ നമുക്ക് കാണാൻ സാധിക്കും. 3 ആപ്ലിക്കേഷനുകളിലും കോമൺ ആയിട്ട് നിൽക്കുന്ന കുറേയധികം കാര്യങ്ങളുണ്ട്. നമ്മുടെ ബാങ്ക് ബാലൻസ് അറിയാം, ട്രാൻസാക്ഷൻ ഹിസ്റ്ററി പരിശോധിക്കാം, മൊബൈൽ റീചാർജ് പോലുള്ള എല്ലാ ബിൽ പേയ്മെന്റുകളും നമുക്ക് ചെയ്യാൻ സാധിക്കും. പിൻ നമ്പർ ടൈപ്പ് ചെയ്യാതെ പൈസ അയക്കുന്ന UPI ലൈറ്റ് സംവിധാനം ഈ 3 ആപ്ലിക്കേഷനിലുണ്ട്. എന്നാൽ ഗൂഗിൾ പേയിൽ വാലറ്റ് എന്ന് പറയുന്ന സംവിധാനം കാണപ്പെടുന്നില്ല. എന്നാൽ ഫോൺ പേയിൽ വാലറ്റ് എന്ന് പറയുന്ന സംവിധാനം ഉപയോഗിച്ച് നമുക്ക് പിൻ നമ്പർ ടൈപ്പ് ചെയ്യാതെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ വാലറ്റിലേക്ക് ആഡ് ചെയ്ത് പണം അയക്കാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ പണമിടപാടുകൾ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളും നടക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് നിങ്ങൾ മറ്റൊരു UPI ആപ്പ് പഠിച്ച് അത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കേണ്ട യാതൊരു ആവശ്യമില്ല. എന്നാൽ നിങ്ങൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലോ നിങ്ങൾ വിചാരിക്കുന്ന പല ഓൺലൈൻ കാര്യങ്ങൾ ഈ ആപ്പ് വഴി ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ മാത്രം മറ്റൊരു ആപ്പ് കൂടെ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചാൽ മതി. അതുപോലെ 3 ആപ്ലിക്കേഷനുകൾ ഒരുമിച്ച് ഒരു ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്ത് നമ്മുടെ ഫോണിൽ ഉപയോഗിക്കുന്നതിനും യാതൊരു വിധമായിട്ടുള്ള പ്രശ്നങ്ങളും ഇല്ല. അതുപോലെ ഒന്നിലധികം ബാങ്ക് അക്കൗണ്ട് ഉള്ളവർക്ക് വ്യത്യസ്ത അക്കൗണ്ടുകൾ വ്യത്യസ്ത UPI ആപ്പുമായിട്ട് ലിങ്ക് ചെയ്ത് നമുക്ക് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നത് കൊണ്ടും കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഈ 3 ആപ്ലിക്കേഷനുകളും പരസ്പരം നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ ഇപ്പോൾ സാധിക്കുന്നതാണ്. പക്ഷെ ഒറ്റ ബാങ്ക് അക്കൗണ്ട് 3 ആപ്പിലും ലിങ്ക് ചെയ്തുകൊണ്ട് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് കൊണ്ട് മറ്റൊരു ആപ്ലിക്കേഷൻ പൈസ അയക്കുന്നതിനും പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. നിങ്ങൾ ഇവയിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ പുതുതായിട്ട് ഉപയോഗിക്കണം, ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അതുവഴി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇനി എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ എനിക്ക് ഉപയോഗിക്കാൻ ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ആണ്. എന്നാൽ വേഗത്തിൽ ഇടപാട് നടത്തുന്നതും കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് എനിക്ക് ഫോൺ പേ ആപ്ലിക്കേഷനുമാണ്. അപ്പോൾ 2 ആപ്ലിക്കേഷനും അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നു. മാത്രമല്ല പേടിഎം ആപ്ലിക്കേഷനും ഞാൻ ഉപയോഗിക്കാറുണ്ട്. 3 ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോഴും ട്രാൻസാക്ഷൻ ഫെയിൽ ആകുമ്പോൾ പൈസ നഷ്ടപ്പെടും എന്നൊരു ആശങ്ക നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷനകത്തും വേണ്ട. എപ്പോഴായിരുന്നാലും തിരിച്ചു കിട്ടും. എന്നാൽ ട്രാൻസാക്ഷൻ ഫെയിൽ ആയതിന്റെ കാരണം അനുസരിച്ച് ഒരുപക്ഷെ ചിലപ്പോൾ 1 ദിവസമോ 2 ദിവസമോ 3 ദിവസമോ ഒക്കെ കാലതാമസം എടുക്കാറുണ്ട്. എന്നിരുന്നാലും പേടിഎം ആപ്ലിക്കേഷൻ വേഗത്തിലും മറ്റുള്ള ആപ്ലിക്കേഷനിൽ പൈസ റീഫണ്ട് ആകുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ ട്രാൻസാക്ഷൻ ഫെയിൽ ആവുന്ന കാര്യത്തിൽ ഏറ്റവും കുറവ് പേടിഎം ആപ്ലിക്കേഷൻ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നാൽ ഏറ്റവും പുതിയ UPI അപ്ഡേറ്റുകൾ വന്നതിന് ശേഷം ട്രാൻസാക്ഷൻ ഫെയിൽ ആവുന്നത് വളരെ കുറഞ്ഞിട്ടുണ്ട് എല്ലാ ആപ്പുകളിലും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 3 ആപ്ലിക്കേഷനും ഒരുപോലെ ഉപയോഗിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഗൂഗിൾ പേ, ഫോൺ പേ, UPI ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ, അനുഭവങ്ങൾ തീർച്ചയായും ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട UPI ആപ്പ് ഏതാണെന്നും കമന്റ് ചെയ്യുക.